ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഓട്സ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. സാധാരണ നമ്മൾ എപ്പോഴും ഓട്സ് കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പൊക്കെ തോന്നും ഒരേ തരത്തിൽ കഴിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, വലിയവർക്ക് മാത്രമല്ല കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇതിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇതിൽ മസാലയായിട്ട് ചേർത്തിരിക്കുന്നത്. അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പോൾ എന്തായാലും ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റമാണ് ഓട്സ് വെച്ചിട്ടുള്ള നമ്മുടെ മസാല ഓട്സാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് മാത്രമല്ല ഒന്നുകൂടി പറയാനുണ്ട്, ഇപ്പം വൈകിട്ട് ഒരു 5 മണി നേരത്തൊക്കെയാണ് കേട്ടോ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾ താഴെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ശബ്ദം ഉണ്ടാവും കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ അതുകൂടി ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ എൻ്റെ മസാല ഓട്സിന് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാൻ സവാള എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, മറ്റേ ഫ്രോസൺ ഗ്രീൻ പീസ് ഒരു ചെറിയ കഷ്ണം, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് ആവശ്യമുള്ള ഓട്സും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 5-6 സ്പൂൺ ഓട്സാണ്. എനിക്ക് ഒരു 2 പേർക്ക് കഴിക്കാനുള്ള അളവാണ് കേട്ടോ ഇത്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, പൊടിയായി ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. മസാല ഓട്സ് അല്ലേ, അപ്പോൾ ഇഞ്ചിൻ്റെയൊക്കെ മണം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ നമ്മുടെ വെളിച്ചെണ്ണ, അത് എണ്ണയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒഴിച്ചു കൊടുക്കാം. കാരണം എനിക്ക് വെളിച്ചെണ്ണ മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി കഴിഞ്ഞ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ അത് ആ എണ്ണയിൽ അങ്ങ് മൂത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ ആ എണ്ണയ്ക്ക് നല്ലൊരു മസാല സ്മെല്ലുണ്ടാവും കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആദ്യം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നമ്മൾ വഴറ്റിയിട്ട് അത് കഴിഞ്ഞ് ബാക്കി ചേരുവ വഴറ്റുന്നത്. ഇതിലിപ്പോൾ എന്തായാലും വെളുത്തുള്ളി ഞാൻ ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും മൂത്ത് കഴിഞ്ഞ സമയത്ത് പിന്നെ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ പച്ചക്കറികൾ, നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഏതാച്ചാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്യാരറ്റ്, സവാള, തക്കാളി, ഗ്രീൻ പീസ്, ബീൻസ്, ക്യാപ്സിക്കം ഒക്കെയാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പം ഒരിത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ നന്നായിട്ട് വേവണം എന്നുള്ളവർക്ക് അങ്ങനെ വേവിച്ചെടുക്കാം. അതല്ല ക്രിസ്പി ആയിട്ട് കടിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം. എനിക്ക് പിന്നെ പച്ചക്കറികൾ അത്ര കടിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് വേവിച്ച് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ പച്ചക്കറികളൊക്കെ വഴന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയുടെയൊക്കെ അളവ് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഞാനൊരു ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഇല്ല, അതിലും താഴെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ ആദ്യം പച്ചമുളക് ചേർത്തില്ലേ, പിന്നെ എനിക്ക് എരിവ് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവ് അത്രക്ക് വേണമെന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുളക് പൊടി ചേർക്കണമെന്നില്ല കേട്ടോ. ഇതാകുമ്പോൾ ഒരു കളറും കൂടെ കിട്ടും. ഞാൻ കാശ്മീരി മുളക് ഇട്ട് കൊടുത്തത്. അത് പൊടികൾ രണ്ടും മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓട്സ് ചേർത്ത് കൊടുത്തിട്ട് ഓട്സ് അങ്ങനെ വറുക്കൊന്നും വേണ്ട. നമ്മൾ ഓട്സ് അങ്ങനെ വറുത്ത് അല്ലാതെയും ഉപയോഗിക്കുന്നതല്ലേ. അപ്പം ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു എന്ന് മാത്രം, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടേ ഇത്രയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തോട്ട് മെയിനായിട്ടുള്ളൊരു മസാല എന്ന് പറയണത് അതാണ് ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു മസാല മിക്കവാറും എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്, വലിയവർക്കും ചിലർക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാണിപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ മാഗി മസാല, നമുക്കത് പാക്കറ്റുകളിൽ കിട്ടും, മാഗി മസാല എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഇതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നുണ്ടാവും. നമ്മുടെ മാഗി മസാല, മാഗി മാജിക് നമ്മുടെ അറിയില്ലേ, അതാണ് നൂഡിൽസിലൊക്കെ ചേർക്കുന്ന അതേ പൗഡർ തന്നെയാണ്. പക്ഷേ ഇത് നമുക്കിങ്ങനെ സാഷയായിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഫ്ലേവറായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സാഷ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കിട്ടുന്നില്ല, അതില്ല എന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റിയൊരു ഓപ്ഷൻ എന്താണെന്നറിയോ, നമ്മുടെ സാമ്പാർ പൗഡറില്ലേ, സാമ്പാർ പൗഡർ ചേർത്ത് കൊടുത്താലും നല്ല, അത് വേറൊരു ഫ്ലേവർ ആയിരിക്കുമെന്ന് മാത്രം. അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് സാമ്പാർ പൗഡർ കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള അളവിൽ. പക്ഷേ ഈ മാഗി പൗഡർ ചേർക്കുമ്പോഴല്ലോ ഈ ഓട്സ് കുട്ടികൾക്കും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ നമുക്ക് ആവശ്യമുള്ള ഓട്സ് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വെച്ചു. ഇനി ഓട്സ് വേവിക്കണം. അപ്പോൾ ഇതാണ് സംഭവം ഞാൻ പറഞ്ഞ നമ്മുടെ മാഗി മസാല. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങിച്ചു വെക്കൂട്ടോ. ഇത് ആ ഒരു പാക്കറ്റിനകത്തോട്ടേക്ക് വേണ്ടോ ഇതിൻ്റെ മസാല മാജിക്. ഈ ഒരു പാക്കറ്റിനകത്ത് 10 സാഷേ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചു വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓട്സൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് വേറെ ഒന്നും ചേർക്കാനില്ല. മല്ലിയില ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ലാസ്റ്റ് ഒരു ഇത്തിരി നെയ്യും കൂടെ ചേർക്കട്ടെ. എനിക്ക് നെയ്യ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുണ്ടല്ലോ നല്ല നമ്മുടെ കുട്ടികൾക്ക് മാഗി നൂഡിൽസ് ഉണ്ടാക്കില്ലേ, അതിൻ്റെ തന്നെയാണ് കേട്ടോ സ്മെല്ല് വരുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ മോൻ ഒരു സ്പൂൺ കഴിച്ച് നോക്കിയപ്പോൾ അവൻ പറയുകയും ചെയ്തു, ആഹാ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അമ്മാന്ന്. അപ്പോൾ സംഭവം അടിപൊളിയാണ്. ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടാക്കിയവരുണ്ടാവും. ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നമ്മുടെ മാജിക് മസാല നമുക്ക് എല്ലാ കടകളിലും ഇപ്പം കിട്ടുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.